ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ സെയിം ലൊക്കേഷനിലോട്ടാണ്. പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് പിക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് വിന്നിപ്പെഗ്, മാനിറ്റോബ. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ അത്രയും ദൂരെ ടെന്നസി പോയിട്ടല്ല പിക്ക് ചെയ്യുന്നത്. നമ്മൾ ഇല്ലിനോയ്സിലുള്ള പിയോറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലോഡ് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കാനഡയിൽ നിന്ന് US ട്രിപ്പ് നമുക്ക് കിട്ടിയില്ലായിരുന്നു രാവിലെ ഒന്നും. നമുക്ക് വൈകുന്നേരം ആയപ്പോഴാണ് കിട്ടിയത്. ഏകദേശം 4 മണി 4:30 ആയപ്പോഴാണ് നമുക്ക് ലോഡ് കിട്ടിയത്. എന്നിട്ട് പിന്നെ ആ ലോഡ് നമുക്ക് മിഷിഗണിൽ തന്നെ, എന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരം നമുക്ക് ഡെലിവറി ചെയ്യണമായിരുന്നു. അത് MT കണ്ടെയ്നർ ആയിരുന്നു, ഈ നമ്മുടെ ഓട്ടോ പാർട്സ് ഒക്കെ കൊണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ആ ലോഡ് 4 മണിക്ക് എടുത്ത് ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ ഡെലിവറി ലൊക്കേഷനിലെത്തി. അവിടെ ഡെലിവറി ചെയ്തു. പിന്നെ രാത്രി മൊത്തം ഓടി. നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ്റെ രാത്രി മൊത്തമല്ല, രാത്രി ഇവിടുത്തെ ലോക്കൽ ടൈം ഒരു 12:30 വരെ ഓടി. എന്നിട്ട് നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ്റെ ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ ഇപ്പുറത്ത് ഒരു ഫ്ലൈയിങ് ജയിൽ നമ്മൾ ഇട്ട് കടന്നു. ഇപ്പം രാവിലെ നമ്മളിപ്പം ഇവിടുത്തെ സമയം 12:30 ആയി. അപ്പോൾ നമുക്ക് 2 മണിക്കാണ് പിക്കപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വണ്ടിയുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ കുളിച്ച് ഫ്രഷായി ഫ്ലൈയിങ് ജയിൽ ആയതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അങ്ങ് തുടങ്ങാം. ഇതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലോങ് ട്രിപ്പാണ്. കഴിഞ്ഞ ആഴ്ചത്തെ അത്രയും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ട്രിപ്പാണ്. ഈ ആഴ്ച നമുക്ക് വീക്കെൻഡ് വീട്ടിൽ കിട്ടില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോഴാണ് ഞാനിവിടെ രാവിലെ കുളിക്കാൻ പോയപ്പോഴാണ് നമുക്കിവിടെ ഒരു ട്രക്ക് സ്റ്റോപ്പിൽ ഒരു കസ്റ്റം ബിൽഡ് ട്രക്ക് കിടക്കുന്നുണ്ട്. അതെന്നാൽ പിന്നെ നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ ആ രണ്ടാമത് കിടക്കുന്ന ആ ഒരു ട്രക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു RV പോലെ ഇരിക്കും. അത് കസ്റ്റം ബിൽഡ് ട്രക്കാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ എന്തോ ഡെഡിക്കേറ്റഡ് ട്രിപ്പാണ് എടുക്കുന്നത്, ഏതോ ഒരു കമ്പനിക്ക് വേണ്ടി. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ തന്നെ ട്രക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ലൈക്ക് വാഷ്റൂം ഉണ്ട്, ബാത്റൂമുണ്ട്, പിന്നെ വലിയ ബെഡ്, സോഫ, സെറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ തന്നെ ഒരു കസ്റ്റം ബിൽഡ് ആയിട്ടുള്ള ട്രെയിലറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും വലിപ്പം വരുന്നില്ല, അവരുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ട്രെയിലറുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരന് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്കാരൻ്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു ട്രക്കാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതം മൊത്തം ആ ട്രക്കിലാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയും ചെയ്യുന്ന ഇവിടെ US ഇങ്ങനെയും ചെയ്യുന്ന ഡ്രൈവർമാർ വേറെ ഉണ്ട്. ഇങ്ങനെ കസ്റ്റം ബിൽഡായിട്ട് പീറ്റർബിലിറ്റിയിൽ നിന്നൊക്കെ ട്രക്കുകൾ ഇറക്കിയിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർ 6-8 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രക്കിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് വിൻ്റർ ആകുമ്പോഴത്തേനും ഓട്ടം നിർത്തിയിട്ട് വീട്ടിൽ കയറിയിരിക്കും. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ തുടങ്ങാം. ബാക്കിയുള്ള കാര്യം നമുക്ക് ഓൺ ദ വേ പറയാം. രാവിലെ തൊട്ടേ നല്ല മഴയാണ്. ഇവിടെ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ മഴയത്ത് നനഞ്ഞാണ് പോയത്. നനഞ്ഞ് കുളിച്ചാണ് തിരിച്ചു വന്നത്. ഇത് I-80 ഹൈവേയിലുള്ള ഒരു ഫ്ലൈയിങ് ജേ ആണ്. അപ്പോൾ ഈ I-80 ഹൈവേയിലാണ് നമ്മുടെ വേൾഡ് ലാർജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ് ഒക്കെ ഉള്ളത്. ഈ ഫ്ലൈയിങ് ജേയിൽ അത്യാവശ്യം നല്ല ഫ്ലൈയിങ് ജേ ആണ്. അത്യാവശ്യം കുറേ പാർക്കിംഗ് ഉണ്ട്. ഇന്നലെ ഞാൻ രാത്രി 12 മണി 1 മണി ആയപ്പോൾ വന്നപ്പോഴും അത്യാവശ്യം കുറച്ച് പാർക്കിംഗ് ഉണ്ടായിരുന്നു. 3-4 പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതും നമുക്ക് തിരിക്കാനും മറിക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാനും പറ്റി. പിന്നെ അകത്താണെങ്കിലും വാഷ്റൂമും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വിടുകയാണ്.
ഗായ്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. നമ്മൾ ട്രെയിലർ ലോഡൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു പണി കിട്ടി. ഇവിടെ വന്നപ്പോൾ കാട്ടയ്ക്ക് മഴ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡോക്കിൽ ട്രെയിലർ ഇട്ടിട്ട് അടുത്ത ഡോക്കിൽ നിന്ന് നമ്മുടെ ലോഡർ ട്രെയിലർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇന്ന് വന്നപ്പോൾ എല്ലാ ഡോക്കും ഫുള്ള്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റേ സ്ഥലത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഡോക്കിൽ നിന്ന് തന്നെ ട്രെയിലർ ആദ്യം എടുത്ത് പുറത്തിട്ട് നമ്മുടെ എം ടി ട്രെയിലർ പിന്നെ ഹുക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറ്റിയിടുന്നു. അങ്ങനെ നനഞ്ഞ് കുളിച്ച് അവസാനം ട്രെയിലറൊക്കെ കയറ്റി വിട്ടു, എല്ലാം സെറ്റാക്കി. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിയതാണ്. നമ്മൾ സീ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിടുവാണ്. അപ്പം നമ്മൾ ഹുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മഴയെല്ലാം പോവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ഭയങ്കര കാറ്റും തുടങ്ങി. നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം കൊണ്ട് എത്തും. നമുക്ക് മറ്റന്നാൾ വൈകുന്നേരത്തെ അപ്പോയിൻമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ വൈകുന്നേരം എത്താം. മറ്റന്നാൾ പിക്ക് ചെയ്തിട്ട് മാക്സിമം തിങ്കളാഴ്ച തന്നെ നമുക്ക് വീട്ടിലെത്താനും ചൊവ്വ ബുധൻ ലീവ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം. ഒന്നും പറയണ്ട, അവിടെ ഭയങ്കര കാറ്റിൻ്റെ ശല്യമാണ്. നമ്മുടെ വൈപ്പർ ഓൺ ആയിരുന്ന സമയത്ത് വൈപ്പറാണെങ്കിൽ തലയും കുത്തി പോയി. ഇപ്പം ഒരു വിധമാണ് ഓടിക്കുന്നത്. ഇതാണ് വൈപ്പർ തലയും കുത്തിയാണ് ഇരിക്കുന്നത്. ആ നേരെ ആക്കാൻ വേണ്ടി ഞാൻ റോഡ് സൈഡിൽ അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിപ്പം നമ്മുടെ ഡ്രൈവർ സൈഡിലായതുകൊണ്ട് നമുക്ക് അധികം അത്രയും സൈഡ് വരുന്ന റോഡ് വരുന്നില്ല, അത്രയും നമുക്ക് കറുപ്പുള്ള ഏരിയ വരുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അടുത്തൊരു ലൗസ് ഉണ്ട്, ആ ലൗസിൽ പോയി നിർത്തിയിട്ട് വേണം അതൊന്ന് നിവർത്താൻ വേണ്ടി. ഇപ്പോൾ ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞിരുന്നാണ് ഞാനിങ്ങനെ നോക്കി ഓടിക്കുന്നത്. ഇപ്പം കുറച്ച് കാറ്റ് കുറവുണ്ട്. നേരത്തെ ആണെങ്കിൽ ഭയങ്കര കാറ്റായിരുന്നു നമ്മൾ 24 ഹൈവേ കൂടെ വരുന്ന സമയത്ത്. ഇപ്പം നമ്മൾ ഇൻഡർസ്റ്റേറ്റ് 39 കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഹൈവേ തന്നെ പിടിച്ച് മിനിയാപോളിസ് വരെ ഈ ഹൈവേ തന്നെ പിടിച്ച് അങ്ങ് പോയാൽ മതി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കടന്ന ഒരു ലൗസല്ല ഫ്ലൈൻ ജേ ഉണ്ട്, ആ ഫ്ലൈൻ ജേ പോയി കിടക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ഏകദേശം നമ്മൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് 5 മണിക്കൂർ 5.5 മണിക്കൂർ എങ്ങാണ്ട് ഓടി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഫ്ലൈൻ ജേ കടന്നത്. അപ്പം ആ ഫ്ലൈൻ ജേ തന്നെയാണ് ഞാൻ ഇന്ന് കടക്കാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് കുഴപ്പമില്ല, തിരിച്ച് നമ്മൾ ഈ 94 കയറാൻ വേണ്ടി ഉള്ള ആ എക്സിറ്റിൻ്റെ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പോൾ ആ എക്സിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വേറെ വഴി കൂടെയൊക്കെ കറങ്ങി പോകേണ്ടി വരും. പിന്നെ അതുമല്ല, ഞാൻ നമ്മുടെ ട്രക്കേഴ്സ് പാത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെയാണെങ്കിൽ ഓൾറെഡി 2 മണിക്കൂർ മുമ്പ് ഓൾമോസ്റ്റ് ഫുള്ളായി, കുറച്ച് സ്പോട്ട് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇടാൻ പറ്റും, എവിടെയെങ്കിലും അടുപ്പിച്ച് എവിടെയെങ്കിലും ഇടാം. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ആ ഫ്ലൈൻ ജേയിൽ പോയി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ റെസ്റ്റ് ഏരിയയിൽ അങ്ങനെ കിടക്കലില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ല സ്പോട്ടും ഉണ്ടായിരുന്നു നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇതാക്കണ്ടേ, കുളിക്കാൻ പറ്റുമല്ലെന്നേ ഉള്ളൂ. കുളിക്കൽ നമുക്ക് നാളെ അവിടെ വിന്നിപ്പക്ക് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഫ്ലൈൻ ജേയിൽ കയറി കുളിക്കാം.
എന്നാൽ പിന്നെ ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല കല്ലിയൊക്കെ കിട്ടുക. അവിടെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ട്രക്ക് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും അടുപ്പിച്ചൊക്കെ ഇട്ട് കിടക്കേണ്ടി വരും. എനിക്ക് അടുപ്പിച്ച് ഇട്ട് കിടക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമുക്കായിട്ടൊരു സ്പോട്ട് ഉണ്ടായി നമ്മളപ്പോൾ ആ സ്പോട്ടിൽ കറക്റ്റായിട്ട് വണ്ടി സേഫ് ആൻഡ് സെക്യൂറായി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് കിടന്നുറങ്ങാൻ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് കർട്ടനൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം ഫുഡ് കഴിച്ചിട്ട്. എന്നിട്ട് ഇവിടുത്തെ സമയം ഏകദേശം 2:22. ഇവിടുത്തെ അല്ല, കാനഡയിലെ സമയം 22:30. എന്ന് വെച്ചാൽ ഇവിടുത്തെ സമയം 9:30 ആയപ്പോഴാണ് ടൈം റീസെറ്റ് ആയത്. അപ്പം 9:30 ആയപ്പോഴാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തത്. അപ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവുന്നതെന്ന് പറയുമ്പോൾ 7:30 ആകുമ്പോൾ ടൈം റീസെറ്റ് ആകും. പിന്നെ 15 മിനിറ്റ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും എന്തായാലും 7:45 കഴിയും. അപ്പോൾ 7:45 ആകുമ്പോൾ വിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് 9 മണിക്കൂറാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരെ, 7 മണിക്കൂർ ബോർഡർ വരെ. അപ്പം വലിയ കുഴപ്പമില്ല. നമുക്ക് 7 മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് ബോർഡർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ 2 മണിക്കൂർ എക്സ്ട്രായും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അതുമല്ല, ദൂരം അത്ര ഇല്ലെങ്കിലും ഇതിൻ്റെ ഡെലിവറി വരുന്നത് മറ്റന്നാളാണ്. 2 ദിവസം നമുക്ക് ഓടാനുള്ള സമയം തരുന്നുണ്ട്. പക്ഷേ യൂഷ്വലി ഇത് 2 ദിവസം കൊണ്ട് എത്തുന്ന, മീൻസ് 1.5 ദിവസം കൊണ്ട് എത്തുന്ന. ഇന്നിപ്പോൾ നമ്മളൊരു 5.5 മണിക്കൂർ ഓടി, നാളെ ഫുൾ ഷിഫ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം അവിടെ എത്തും. അപ്പം നമുക്ക് നാളെ വൈകുന്നേരം കൊണ്ട് അവിടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഞായറാഴ്ച തന്നെ മറ്റേടത്തുനിന്ന് പിക്കപ്പും കൂടെ കിട്ടുവാണെങ്കിൽ സുഖമായി. നമുക്ക് തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് വീട്ടിൽ വരാം. എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. നാളെ എന്തായാലും നമുക്ക് അവരെ ഒന്ന് ഡിസ്പാച്ച് വിളിച്ച് നോക്കണം, എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന്. അപ്പം അങ്ങനെ ഇന്നാണെങ്കിൽ പിന്നെ അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഫുള്ള് മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴയോട് മഴയായിരുന്നു. വരുന്ന വഴിക്ക് അവിടെ ഇവിടെ എല്ലാം മഴ. എന്തായാലും നമുക്ക് നാളെ രാവിലെ ഒന്ന് നോക്കാം. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാം ഈ റെസ്റ്റ് ഏരിയയുടെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ വിസ്കോൺസിനിൽ കയറി നമ്മൾ റെസ്റ്റ് ഏരിയ കടന്നായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി ഇൻസ്പെക്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3/4 മണിക്കൂർ മുമ്പ് നമ്മുടെ ടൈം റീസെറ്റ് ആയതായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് ഫ്രഷൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ലേറ്റായി. ഇപ്പം എന്നാലും ഒരു 3/4 മണിക്കൂർ ലേറ്റായി. ഇവിടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ 8:30 സമയം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ്. ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രോൺ ആണെങ്കിൽ ഡ്രോൺ പറത്താൻ വേണ്ടി ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു ആപ്പ് ഓപ്പൺ ആക്കി നോക്കിയത്. നമ്മൾ സാധാരണ ഡ്രോൺ പറത്തുന്നതിന് മുമ്പേ മറ്റേ എയർ ഹബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് USA മറ്റേ ഗവൺമെൻറ്റിൻ്റെ വക ഡ്രോണിൻ്റെ മാപ്പൊക്കെ ഉള്ള ഒരു ആപ്പുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊക്കെ ഡ്രോൺ പറത്തുന്നത്. മീൻസ് നമ്മൾ നിൽക്കുന്ന പ്ലേസ് ഡ്രോൺ പറത്താൻ അലൗഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പറത്തുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹൈ വിൻഡാണ് കാണിക്കുന്നത്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രോൺസ് എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നല്ല കാറ്റുമുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഡ്രോൺ പറത്തൽ വേണ്ടെന്ന് വെച്ചു. എന്താണോന്ന് അറിയില്ല, ഒരു 2 ആഴ്ചയായിട്ട് മര്യാദയ്ക്കൊന്നും ഡ്രോൺ പറത്താനേ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 8.25 മണിക്കൂറുണ്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ഇന്ന് തന്നെ എത്താൻ പറ്റും. നോക്കട്ടെ, നമ്മുടെ ലോഡ് ക്ലിയർ ആവുന്നതും റിട്ടേൺ ലോഡിൻ്റെ ഒക്കെ അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ കടന്ന റെസ്റ്റ് ഏരിയ. നല്ല റെസ്റ്റ് ഏരിയ ആയിരുന്നു. ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ഭംഗിക്ക് കാണായിരുന്നു. അതിൻ്റെ അകത്താണ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ഒരു പിക്നിക് സ്പോട്ട് പോലെയുണ്ട്. മറ്റേ ക്യാമ്പിങ്ങിനുള്ള ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും, പിന്നെ അപ്പുറത്ത് മറ്റേ ക്യാമ്പ് ഫയറിനുള്ള മറ്റേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടുന്ന് വിടാം. ഓൺ ദ വേ എവിടെയെങ്കിലുമൊക്കെ നിർത്തി അങ്ങ് പോവാം.
ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒരു റെസ്റ്റ് ഏരിയയിലെത്തി. ഏകദേശം നമ്മളൊരു 3.5 മണിക്കൂർ 3.25 മണിക്കൂർ നമ്മൾ ഇന്ന് ഓടിച്ചു. നമ്മൾ മിനിയാപോളിസ് കഴിഞ്ഞു, സെൻറ്റ് ക്ലൗഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഏരിയ നമ്മളിപ്പോൾ എത്തി. നമ്മളിവിടെ നിർത്തി. ഈ റെസ്റ്റ് ഏരിയ നിർത്തണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ആലോചിച്ച റെസ്റ്റ് ഏരിയ കുറച്ച് ഉള്ളിലോട്ടാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എത്തി നിർത്തി. നമ്മുടെ ഒരു അരമണിക്കൂർ ബ്രേക്ക് കൊടുക്കുകയാണ്. അരമണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കാം, നമ്മുടെ ഡ്രോണിനെ ഒന്ന് പറത്തി നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടില്ല, എങ്ങനെയുണ്ട്? നല്ല സ്ഥലമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പുറത്ത് കുറേ ലേക്കും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ റെസ്റ്റ് ഏരിയയും കുറച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ വളഞ്ഞ് വരുന്ന വഴികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ ആ ഡ്രോൺ ഷോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5.5 മണിക്കൂർ എങ്ങാണ്ട് ഉള്ളതെന്ന് തോന്നുന്നു നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കമ്പനിയെ വിളിച്ച് നോക്കിയായിരുന്നു. അപ്പം അവർ പറഞ്ഞത് പയ്യെ പോയാൽ മതി. ആക്ച്വലി ഇതിൻ്റെ ഡെലിവറി നാളെയാണ് വരുന്നത്, പക്ഷേ നമുക്ക് ഇന്ന് എത്താൻ പറ്റുമെന്നേ ഉള്ളൂ. പയ്യെ പോയാൽ മതി. ലോഡ് ഓൾറെഡി ക്ലിയറായി, പക്ഷേ നമുക്കുള്ള റിട്ടേൺ ലോഡ് ഇല്ലെന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പിക്ക് ചെയ്ത ആ റിട്ടേൺ ലോഡിൻ്റെ അകത്ത് ഒരെണ്ണം ക്യാൻസലായി പോയെന്ന്. അപ്പം നമുക്കിതുവരെ റിട്ടേൺ ലോഡൊന്നും ആയിട്ടില്ല. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് ലോഡ് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു വലിയൊരു ഫ്ലൈയിങ് ജേ ഉണ്ട്, നമുക്ക് അവിടെ പോയി കിടക്കാം. ഇൻ കേസ് നാളെ ഇനി ലേ ഓവർ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ കിടന്നാൽ മതിയല്ലോ, ഇല്ല വണ്ടി അനക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് ഇനിയിപ്പം മറ്റന്നാളത്തേന് വല്ല പിക്കപ്പ് വല്ല റെഡി ആക്കുവാണെങ്കിൽ അത് ഇവിടുന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പിക്ക് ചെയ്ത അതേ ലോഡാണെങ്കിൽ നമുക്ക് നാളെ ഒരു 5-6 മണിക്കൂർ ഓടി വന്ന് ഇവിടെ ഒരു ലൗസ് ഉണ്ട് ഈ പിക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇപ്പുറത്ത്. അവിടെ വന്ന് കടന്ന് മറ്റന്നാൾ രാവിലെ നമുക്ക് ലോഡ് പിക്ക് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നോട് നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന നമ്മുടെ വിൻസറിൽ തന്നെയുള്ള ഡ്രൈവിങ് നമ്മുടെ ട്രക്ക് ഓടിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഇപ്പം മൊത്തം ഇങ്ങനെ ഇൻഡസ്ട്രി ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആണ്, ഈ ട്രക്കിംഗ് ഇൻഡസ്ട്രി. അപ്പം പുള്ളിക്കാരനോട് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇൻഡസ്ട്രി എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം നമുക്ക് അതിനെപ്പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പം
ഇപ്പം നമ്മുടെ ട്രക്കിംഗ് ഇൻഡസ്ട്രി ഡൗൺ ആണ്, മൊത്തത്തിൽ ഡൗൺ ആണ്. ഇപ്പോൾ കുറേ കമ്പനികൾ എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനികളല്ല, ചെറിയ ചെറിയ കുറേ കമ്പനികൾ ഓൾറെഡി അവരുടെ ട്രക്കുകളെല്ലാം വിറ്റ് ബാങ്ക്രപ്റ്റായി പോയിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന കുറേ ചേട്ടന്മാർക്ക് തന്നെ ഇപ്പോൾ ഓട്ടോ ഇല്ല. പിന്നെ ഈവൻ ഈ ചെറിയ ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ശമ്പളം കിട്ടാനില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ നടത്തുന്ന ചെറിയ ചെറിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടാനില്ല. നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പം മര്യാദയ്ക്ക് ശമ്പളം കൊടുത്തിട്ട് 2 മാസമായെന്നാണ് പറയുന്നത്. കാരണം ഓണറിനോട് ചോദിച്ചു കഴിയുമ്പോൾ ഓണർ പറയുന്നത് ഓണറിന് കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല, അത് കിട്ടിക്കഴിഞ്ഞപാട് നമുക്കെല്ലാം ക്ലിയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം മൊത്തത്തിൽ ഞാനിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ അന്വേഷിച്ചതും ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തതൊക്കെ പ്രകാരം പൊതുവെ മൊത്തത്തിൽ ഓട്ടം കുറവാണ്. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസഷനോട് ചേർന്ന് തന്നെയാണ് ഈ ട്രക്കിംഗ് ഇൻഡസ്ട്രി ഡൗൺ ആയിരിക്കുന്നത്. ആ കൊറോണേൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ട്രക്കിംഗ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് പെർ മൈല് നമ്മുടെ കമ്പനികൾ $3, $4, $5 വരെ ചാർജ് ചെയ്ത കമ്പനികളുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് ആൾക്കാർക്ക് ട്രക്കിംഗ് ആവശ്യമായിരുന്നു, അത് മാൻഡേറ്ററി ആയിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ലോക്ക്ഡൗൺ കാര്യങ്ങൾ, അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസ്, ബാക്കിയുള്ള ഐറ്റംസ് ഇതൊക്കെ മൂവ് ചെയ്യാൻ ട്രക്കിംഗ് ആവശ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരും പുറത്തിറങ്ങാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഉള്ള കമ്പനികൾക്ക് $4-5 വെച്ച് കൊടുക്കാൻ കസ്റ്റമേഴ്സ് റെഡിയായിരുന്നു. പക്ഷേ കൊറോണയെല്ലാം മാറി, ലോക്ക്ഡൗൺ എല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റിസഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം കമ്പനിക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള റേറ്റ് ഓട്ടത്തിന് കിട്ടുന്നില്ല പെർ മൈലിൽ. ഇപ്പം ഞങ്ങളുടെ കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അത്യാവശ്യം ട്രക്കുകളും ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ വർക്ക്ഷോപ്പുണ്ട്, ഞങ്ങളുടെ തന്നെ മറ്റേ ഫ്യൂവൽ സ്റ്റേഷനുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ഒരുവിധം അവർ പൈസ സേവ് ചെയ്യുന്നുണ്ട്. പ്ലസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്ക് അത്യാവശ്യം ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കമ്പനികളായിട്ട് ഓൾറെഡി കോൺട്രാക്റ്റ് ഉള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന ലോഡ് നമുക്ക് കോൺട്രാക്റ്റ് ഉള്ളതാണ്. പിന്നെ വേറെ നമ്മുടെ വിൻസർ സോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ഉപ്പുണ്ടാക്കുന്ന കാനഡയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഉപ്പുണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പം അവരുമായിട്ട് ടൈപ്പുണ്ട്. അങ്ങനെ പിന്നെ ഫോർഡുമായിട്ട് ടൈപ്പുണ്ട്, പിന്നെ പെറ്റ്സ്മാർട്ടായിട്ട് ടൈപ്പുണ്ട്, അങ്ങനെ ഹോം ഡിപ്പോട്ടുമായിട്ട് ടൈപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് അവരുടെ ഓട്ടം ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. ഞങ്ങൾ പിന്നെ ഓപ്പൺ ബോർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ട്രിപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ പുറത്തുള്ളവർ അങ്ങനെയല്ല, മൊത്തത്തിൽ ഓപ്പൺ ബോർഡായിട്ട് എടുക്കുന്നവർക്ക് ഓട്ടത്തിന് വേണ്ട പൈസ കിട്ടുന്നില്ല. ഓടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ ചിലവും വണ്ടിയുടെ മെയിൻ്റനൻസും ഡ്രൈവറിൻ്റെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടത്തിന് കിട്ടുന്ന പൈസേൻ്റെ മുകളിലാവുകയാണ്. അപ്പോൾ അങ്ങനെ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് പല കമ്പനികളും അങ്ങനെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഇപ്പോൾ ഓട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൊത്തത്തിലൊന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. യൂഷ്വലി ഇപ്പം ഞാൻ ഇന്ന് പിക്ക് ചെയ്തിരിക്കുന്ന ലോഡ്, നമ്മൾ ലോഡ് പിക്ക് ചെയ്തത് പിയോറിയ ഇല്ലിനോയ്സിൽ നിന്ന് വിന്നിപ്പെഗിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് കാനഡയിൽ നിന്ന് പിയോറിയ ഇല്ലിനോയ്സ് കൊണ്ടുപോകാൻ നമുക്കൊരു ലോഡ് എപ്പോഴും ഉണ്ടാവുന്നതാണ്. സാധാരണ ആ പിയോറിയയുടെ പരിസരത്ത് വല്ലതും ആ ഇല്ലിനോയ്സിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് ലോഡ് കിട്ടുന്നത്. ഇത് നമ്മളോട് വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ചൊവ്വാഴ്ച വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ലോഡൊന്നും ആയിട്ടില്ല. ബുധനാഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞു അവർ ലോഡൊന്നും ആയിട്ടില്ല. വ്യാഴാഴ്ച രാവിലെ അവർ പറഞ്ഞു ലോഡൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആക്ച്വലി ഒരു നമ്മുടെ കമ്പനിയിലെ ലോക്കൽ ഡ്രൈവർമാർ പോകേണ്ട ഒരു ലോഡ് എന്നോട് കൊണ്ടുപോകാൻ പറയുകയാണ് ചെയ്തത്.
അപ്പം ഞാൻ ആ ലോഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ക്രോസ് ചെയ്ത് ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടുന്ന് ഡെലിവറി ചെയ്തിട്ട് അവിടുന്ന് 5 മണിക്കൂർ 6 മണിക്കൂർ ഞാൻ എംടി ഓടിയിട്ടാണ് ഞാൻ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലെത്തിയത്. സാധാരണ കമ്പനി മാക്സിമം ശ്രമിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ മാക്സിമം ശ്രമിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ അവർ എനിക്ക് അവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ ഡെലിവറി ചെയ്യേണ്ട രീതിയിൽ ഏതെങ്കിലും ലോഡ് കിട്ടിയാണ്. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഓട്ടങ്ങൾ വലിയ വലിയ കമ്പനികൾക്ക് കോൺട്രാക്റ്റ് വഴി കിട്ടുന്നതൊക്കെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഓട്ടം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഓട്ടത്തിന് റേറ്റ് ഇല്ല. അപ്പോൾ ആ റേറ്റ് ഇല്ലാത്ത രീതിയിൽ എടുത്ത് വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കേണ്ട രീതിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഓട്ടം എടുക്കുന്നില്ല. അപ്പം ഈ കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം ഇപ്പോൾ ഓട്ടം ഒന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഓട്ടങ്ങൾ അവരെങ്ങനെയെങ്കിലും വണ്ടിയുടെ അടവടച്ച് പോകണ്ടേ അല്ലെങ്കിൽ ഇൻഷുറൻസ് അടച്ച് പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഓട്ടം ലാഭം ഒന്നുമില്ലാണ്ട് നമുക്ക് കറക്റ്റ് നമുക്ക് ഇൻകം വരവും ചിലവും എല്ലാം ഈക്വലായിട്ട് പോകുന്ന രീതിയിലുള്ള ഓട്ടം വരെ എല്ലാ കമ്പനികളും എടുക്കുകയാണ്. അപ്പം മാക്സിമം കസ്റ്റമേഴ്സും അത് യൂസ് ചെയ്യുകയാണ്. അതിന് മാക്സിമം അവർക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ എമൗണ്ട് കുറച്ചിട്ടാണ് ട്രിപ്പുകൾക്കെല്ലാം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയുടെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പം പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല. കമ്പനികൾക്കൊന്നും ഇപ്പോൾ പുതിയ ആൾക്കാരെ വേണ്ട. ഇപ്പം ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് വരുന്നവർക്ക് ഒന്നും ജോലി കിട്ടാനില്ല. ഇവൻ 1-2 വർഷമായിട്ട് 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ എനിക്കറിയാവുന്നത് ഇപ്പം ജോലി അന്വേഷിച്ച് നടക്കുന്നു. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ട്രക്കിംഗ് ഇൻഡസ്ട്രി നമ്മുടെ ഹയറിംഗ് മാനേജറിനോടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇതാണ്. ഇതിപ്പം ആസ് യൂഷ്വലാണ്. ഒരു 4-5 വർഷം കൂടുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. ഒരു റിസഷൻ വരുന്നതും ട്രക്കിംഗ് ഇൻഡസ്ട്രി ഡൗൺ ആവുന്നതും അങ്ങനെയൊക്കെ അത് എല്ലാം ഒരു 4 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനി പയ്യൊന്ന് പിക്കപ്പായിട്ട് വന്നോളും. ഈവൻ വേറൊരു കമ്പനി ഹയർ ചെയ്യാണ്ടിരുന്നിട്ടും ഇപ്പം നമ്മുടെ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാനായിട്ട് ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ബെറ്റർ ആവുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ആ സമയത്തിന് വേണ്ടി ഇപ്പോഴേ ആൾക്കാരെ എടുത്ത് റെഡിയാക്കി നിർത്തുന്നു എന്നാണ് നമ്മുടെ ഹയറിംഗ് മാനേജറൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഓടി ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. മാഗ്നറ്റോളിയൻ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പേപ്പർ വർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ നമുക്ക് സൈനിട്ട് പേപ്പർ വർക്കൊക്കെ തന്നു. ഇനിയിപ്പോൾ നമ്മളോട് ലോഡ് അവരുടെ യാർഡിലിടാൻ പറഞ്ഞു. എന്തായാലും ഡോക്ടറൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല, യാർഡിലിടാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിനി യാർഡിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് അവരുടെ MT ഇടുന്ന യാർഡിൽ പോയിട്ട് നമുക്ക് MT ട്രെയിലർ എടുക്കാം. 2000 years later. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പിക്കപ്പിനല്ല, നമ്മൾ MT ട്രെയിലർ എടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രോപ്പ് യാർഡിൽ, അവരുടെ MT ഇടുന്ന ഡ്രോപ്പ് യാർഡിൽ നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പം ഒരു ട്രെയിലർ എന്ന് വെച്ചാൽ ട്രെയിലർ നമ്പർ 1104 അത് ചെടിയിൽ പൂണ്ട് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പുറത്ത് വേറൊരു ട്രെയിലർ കിടപ്പുണ്ടായിരുന്നു, അത് പോയി നോക്കാമെന്ന്. അത് ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 5135 എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ട്രെയിലറായിരുന്നു.
ആക്ച്വലി ഈ 5135 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ട്രെയിലറാണ്, ഇപ്പം യൂസ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ട്രെയിലർ. അപ്പോൾ അതിൻ്റെ ടാൻഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പുറകിലത്തെ ട്രെയിലറിൻ്റെ ആക്സിലുകൾ നമുക്ക് മൂവ് ആക്കണമെങ്കിൽ അതിന് വലിയ ലിവറാണ് വരുന്നത്. സാധാരണ ഇപ്പോഴത്തെ പുതിയ ട്രെയിലറിനെല്ലാം ജസ്റ്റ് നമ്മൾ എയറിൻ്റെ പുള്ളറാണ് വരുന്നത്. നമ്മളൊരു ബട്ടൺ പോലെയുള്ള പിടിച്ച് വലിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അകത്തേക്ക് കയറും. പക്ഷേ അതിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിവർ പിടിച്ച് വലിച്ച് കഴിയുമ്പോഴാണ് പിന്നൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടപ്പോഴേ തന്നെ എനിക്ക് തീരുമാനമായി ഇത് വേണ്ട, നമുക്ക് അവിടെ ചെളി പൂണ്ട് കിടക്കുന്ന തന്നെ മതിയെന്ന്. അപ്പോൾ ഞാൻ പിന്നെ അത് പോയി, അതാണെങ്കിൽ നല്ല ചെളിയിൽ നന്നായിട്ട് താന്നായിരുന്നു കിടന്നത്. പിന്നെ ഞാൻ നമ്മുടെ സസ്പെൻഷനൊക്കെ താത്തി ഇടിച്ച് കയറ്റി എല്ലാം ലോക്കാക്കി പുറത്തെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇൻസ്പെക്ഷനൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് എയർ ലീക്ക് ആവുന്ന പോലെ എനിക്കൊരു ഫീല്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിലറിൻ്റെ അകത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് 2 കൂടുതൽ ടയർ പഞ്ചറാണെങ്കിൽ അതിൻ്റെ ആ ലൈറ്റ് കത്തും. അപ്പോൾ ആ ലൈറ്റ് കത്തിയാണ് കിടക്കുന്നത്. സാധാരണ നമ്മൾ ട്രെയിലറിലോട്ട് എയർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റത്തേന് അത് ഓണായി കിടക്കും. കാരണം എല്ലായിടത്തും എയർ കയറി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി. പക്ഷെ ഞാൻ കുറേ നേരം നോക്കിയിട്ട് അത് ഓണായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പണി കിട്ടിയെന്ന്, കാരണം വേറെ ട്രെയിലറും ഇല്ല. പിന്നെ ഞാൻ 2 കൽപ്പിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ ലൈറ്റ് തന്നെ ഓഫായി. എന്നിട്ട് പിന്നെ ഞാൻ ആ ട്രെയിലറും എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിന്നിപ്പെക്കിലുള്ള ഒരു വലിയൊരു ഫ്ലൈയിങ് ജേ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്ലൈയിങ് ജേയിൽ എത്തി ഇവിടെ നല്ലൊരിടത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ കമ്പനിയിൽ മെസ്സേജ് അയച്ചു നമ്മളിങ്ങനെ എം ടി ട്രെയിലർ എടുത്ത് ഇവിടെ വന്നിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ലോഡ് ഇതുവരെ ആയിട്ടില്ല. നാളത്തേനും ഒരു റിട്ടേൺ ലോഡും ഇല്ലെന്നാണ് കമ്പനിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് ഇനി തിങ്കളാഴ്ച റിട്ടേൺ ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഇവിടുന്ന് വണ്ടി എടുത്ത് അടിച്ചുമിട്ട് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കിടക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കർട്ടനൊക്കെ ഇട്ട് എല്ലാം സേഫ് ആൻഡ് സെക്യൂറായി. ഇപ്പം നാളെ നമുക്ക് ഓട്ടം ഇല്ലെങ്കിൽ നാളെ ഫുൾ ഡേ, മറ്റന്നാൾ പ്ലാനേഴ്സ് വന്ന് ട്രിപ്പ് എന്തെങ്കിലും സെറ്റ് ആക്കുന്നവരെ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും. അപ്പം അങ്ങനെ അതാവാണ്ടിരുന്നാൽ മതിയായിരുന്നു, എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്യേണ്ടതെന്നാൽ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എല്ലാം ഒരു പാർട്ട് ഓഫ് ട്രക്കിംഗ് ആണ്, നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും നാളെ രാവിലെ ഡിസ്പാച്ചിന് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സാധാരണ ഇവിടെ ഞാൻ വന്ന് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യലുണ്ട്. നമ്മുടെ അടുത്ത് ഫുഡുണ്ട്, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു കടയുണ്ട്, ക്ലേ ഓവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം അതും കഴിച്ച് നമുക്ക് എന്തെങ്കിലും പടമൊക്കെ കണ്ടിരിക്കാം. എന്തായാലും ഇപ്പം നാളെ നേരത്തെ എണീറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല. നാളെ ഇനിയിപ്പോൾ രാവിലെ അവർ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും സെറ്റായെങ്കിലേ നമുക്ക് ഓട്ടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പയ്യൊക്കെ എണീറ്റാൽ മതി. അപ്പോൾ നമുക്ക് വല്ല സീരീസ് കാണുമോ സിനിമ കാണുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പയ്യെ ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഇരിക്കാം. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.